അപ്പോൾ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ നമ്മുടെ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ അളവ് ഗ്ലാസ്സിൽ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു 200 ഗ്രാം ഉണ്ടാവും കേട്ടോ. വലിയ കപ്പാണത്, 200 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഒരു ബൗളിൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മളതിൽ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യണത്. ഞാൻ ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉഴുന്ന് കുറച്ച് നേരം വെള്ളത്തിലെടുക്കുമ്പോൾ വീർത്ത് വരും. അപ്പോൾ വെള്ളം കുറവായിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിച്ചാൽ അത് വേണ്ട രീതിയിൽ വീർക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് ഉഴുന്നുവട ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ഉഴുന്നൊക്കെ നന്നായിട്ട് കണ്ട വെള്ളത്തിൽ വെള്ളമുണ്ട്. ഉഴുന്ന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 3-3.5 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏകദേശം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കഴുകി വെള്ളം ഒട്ടുമില്ലാണ്ട് നമ്മൾ അരച്ചെടുക്കണം. കഴുകി നമ്മൾ വാല വെക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം അത്. അപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തിട്ട് നമ്മൾ പരിപ്പ് വട പോലെ എന്താ പറയുക, അങ്ങനെ വെള്ളം വാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഏകദേശം ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലല്ല കിട്ടണ്ടേ. അപ്പോൾ പക്ഷേ നമ്മൾ ഉഴുന്നുവട എന്ന് പറയണത് ശരിയാവണില്ല എന്ന് എല്ലാവരും പറയണതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവാത്ത കാരണം കൊണ്ടാണ് ഉഴുന്നുവട ശരിയാവണില്ല എന്ന് പറയുന്നത്. നമ്മൾ നല്ല ടൈറ്റായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതിൽ ഇത്തിരി വെള്ളമുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് അടിച്ചെടുക്കണമെന്ന് മുമ്പ് തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ മിക്സിയിലെ ജാർ എടുക്കുക. എന്നിട്ട് ഇത് കുറച്ചായിട്ട് അടിച്ചെടുക്കുക. നമുക്കിതാ കുറച്ചിട്ടിട്ടുണ്ട് ഞാൻ, ബാക്കിയിൽ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ചിട്ടിട്ട് ഇത് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഒട്ടും അരഞ്ഞിട്ടില്ല വേണ്ട. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് അടിച്ചു കൊടുക്കുക. ഒരു പൊടിക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് ശരിയാവില്ല, ആകെ കുളമാവും നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ ഞാനിതിൽ മുഴുവൻ ഇടുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇത്തിരി വെള്ളമുണ്ട്, ഇതിൽ ബാക്കി സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കത് മുഴുവൻ അടിച്ചെടുക്കാം. അപ്പോൾ ഒരു തുള്ളി വെള്ളം അതിലുണ്ടായിരുന്നുള്ളൂ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കണതേ. എനിക്ക് ബാക്കിയുള്ള എൻ്റെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ എനിക്കറിയാം. നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോഴേ കണ്ടോ ഒട്ടും അരഞ്ഞിട്ടില്ല. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ അറിയുള്ളൂ. നമുക്കപ്പോൾ ഒന്നും കൂടി അടിച്ചിട്ട് വരാം. ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി അടിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി എന്തായെന്ന്. ഇങ്ങനെ കിട്ടണം. ഇതിപ്പോൾ ഇത്തിരി ലൂസാണ് ഒരു പൊടിക്ക്, പക്ഷെ ഇങ്ങനെ ലൂസാക്കി അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കണം. എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ ബാക്കി പ്രൊസീജിയർ. നമുക്ക് നമ്മുടെ അരിഞ്ഞെടുക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് ആവശ്യമുള്ളത്. ഉള്ളി വേണം. അപ്പോൾ ഉള്ളി ഞാൻ ഒരു 7 എന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കുറച്ച് കിട്ടണം. ഉള്ളിയൊക്കെ ചേർക്കും തോറും വടയുടെ ടേസ്റ്റ് കൂടി വരുള്ളൂ. അപ്പോൾ ഇത് ചെറുള്ളി തന്നെ വേണം. സവാള ഇട്ടുണ്ടെങ്കിൽ ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് അങ്ങോട്ട് വരില്ല. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചാണ് ഇടുക. എനിക്ക് നല്ല എരിവായിരിക്കണം ഉഴുന്നുവട. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് 4 എടുത്തിട്ടുണ്ട്. ഇത് സോഡാപ്പൊടിയാണ്. ഇതാ നിങ്ങൾക്ക് കാണാം, സോഡാപ്പൊടിയാണ്. ഒരു കുഞ്ഞ് ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് ടേബിൾ സ്പൂണിൻ്റെ വലിപ്പം ഒരു കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. സ്പൂണിൻ്റെ വലിപ്പം കണ്ടോ, ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് സ്പൂൺ. ഉപ്പ് നമ്മൾ ഉഴുന്നിന് ചെറിയൊരു ഉപ്പുണ്ട്. അപ്പം നമ്മൾ കുറച്ചിട്ട് കൊടുത്ത് കുഴച്ച് നോക്കിയിട്ട് വായിലൊന്ന് വെച്ച് നോക്കിയിട്ട് മതി വീണ്ടും ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ആകെ തിന്നാൻ പറ്റാത്ത പരുവത്തിലാവും ഉപ്പ്. എനിക്ക് പല പ്രാവശ്യം പണ്ടൊക്കെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള കാരണം കൊണ്ടാണ് പറയണത്. കുരുമുളക് നന്നായിട്ട് ചതച്ച് വെച്ചതാണ് കേട്ടോ. ഒന്ന് ചതച്ചെടുക്കണം, അല്ലെങ്കിൽ മുഴുവനോടെ കടിക്കുമ്പോൾ വായയിൽ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ കടിക്കാൻ എരിയുമല്ലോ എന്ന് പേടിച്ചിട്ട് അപ്പം തന്നെ തുപ്പും. അപ്പോൾ ഇതൊന്ന് ചതച്ചിടുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ഉള്ളിലേക്ക് പൊക്കോളും. ആ കുരുമുളകൊക്കെ വരൻ്റെ ഉള്ളിൽ പോണത് നമുക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ഡൈജഷൻ വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് കുരുമുളക് എന്ന് പറയുന്നത്. പിന്നെ കറിവേപ്പിൻ്റെ ഇല നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതാ ഇഞ്ചി നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്നും നിങ്ങൾക്ക് ചോപ്പറിലിട്ട് അടിക്കണമെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് ചോപ്പറിലിട്ട് അടിച്ചാൽ മതി. ഈ 2 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചോപ്പറിലിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്നും ചോപ്പർ ഉപയോഗിച്ച് എന്താ പറയുക, എളുപ്പപ്പണി കാണില്ലേ എന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്കത് അരിഞ്ഞെടുക്കാം. സത്യം പറഞ്ഞാൽ ഉള്ളി അരിയാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം വരും, പിന്നെ മൂക്കൊലിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ ആവുന്ന കാരണം കൊണ്ട് ഉള്ളി അരിയിലൊക്കെ ചോപ്പറിൽ തന്നെ ഞാൻ പരമാവധി ചെയ്തെടുക്കും. നല്ല ചെറുതാക്കി അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഉള്ളി വേവില്ല, ഒരു പച്ചക്കുത്ത് വരും. ഉള്ളി കുറച്ച് നേരം നമ്മൾ തൊലി കളഞ്ഞിട്ടേ 2 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് നമ്മുടെ കണ്ണ് എരിയില്ല കേട്ടോ.
കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയ പശ പോലെ വരുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്. അയ്യോ കണ്ണെരിഞ്ഞു തുടങ്ങി, ഇത്ര വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞാലും കണ്ണെരിയും. ഒരു കണ്ണടച്ചു പിടിച്ചിട്ടാണ് പിന്നത്തെ അരിച്ചിൽ മുഴുവൻ. ബാക്ക്ഗ്രൗണ്ടിൽ ഹണി ബണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകുട്ടൻ ഹണി ബണി കാണുകയാണ്. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് പച്ചമുളക് അരിയാം അല്ലേ. ഇത് ഗ്ലെയറിൻ്റെ കത്തിയാണ് കേട്ടോ. ഈ കത്തി ഉണ്ടല്ലോ ഞാൻ നമ്മുടെ ഹോംപ്ലക്സിൽ നിന്ന് മേടിച്ചതാണ്. നല്ല കത്തിയാണ്. അപ്പോൾ ഇതിങ്ങനെ മൂർച്ച കൂട്ടാനായിട്ട് ഞാനിങ്ങനെ നുരയ്ക്കും. നമ്മുടെ മാർബിളുമ്മ നന്നായിട്ട് മൂർച്ച കൂടും. പിന്നെ നല്ല ബ്ലേഡ് പോലെയാവും. നല്ല കത്തിയാണ് കേട്ടോ. നിങ്ങളിനിപ്പോൾ കത്തി മേടിച്ചിട്ട് ഒന്നും മൂർച്ച നിൽക്കണില്ലെന്നുണ്ടെങ്കിൽ ഗ്ലെയറിൻ്റെ ഒരു കത്തി മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നല്ല കുനുകുനാന്ന് അരിയണം കേട്ടോ, അല്ലെങ്കിൽ ഇഞ്ചി കടിക്കും. ഇഞ്ചി കടിച്ചാൽ പിന്നെ നമ്മുടെ ആ ഭക്ഷണം കഴിക്കാനുള്ള മൂട് മുഴുവൻ പോകും. ചിലർക്ക് ഇഞ്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒക്കെ ഒരുമിച്ച് വയ്ക്കുന്നത് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിടുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് അരച്ചത് വലിയൊരു പാത്രത്തിലിട്ടു. കുറച്ച് ഇത് കണ്ടോ, ഒരു വലിയ സ്പൂൺ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതുകഴിഞ്ഞ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക, നമ്മുടെ സോഡാ പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ, പൊടിയല്ല. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ ഉപ്പും സോഡാപ്പൊടിയൊന്നും എല്ലാ ഭാഗത്തേക്ക് എത്തില്ല. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല ലൂസാവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു പൊടിക്കും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉഴുന്നുവട ആരെങ്കിലും വീക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മരിച്ചു പോവും. അത് കാരണം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നല്ല കല്ലാവുന്നതാണ്. ഭയങ്കര കട്ടിയാവും കേട്ടോ അരിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരുപാടായിട്ടുണ്ടെങ്കിൽ. നമ്മൾ അല്പം ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത അത്രയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. നന്നായിട്ട് കുഴച്ചിട്ട് 15 മിനിറ്റെങ്കിലും ഇതിനെ ഒന്ന് വീർക്കാനായിട്ട് വെക്കണം. അതായത് ഒന്ന് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ അങ്ങനെ വെള്ളം വെക്കുക. ഒരു പൊടിക്ക് വെള്ളം മതി കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കുക. ഇതിനെ നമ്മളിങ്ങനെ എടുക്കുക. കണ്ടോ, ഒട്ടി പിടിക്കുന്നില്ല, കണ്ടോ, കയ്യിലിങ്ങനെ ഒട്ടി പിടിക്കില്ല. ഇതിങ്ങനെ ചെയ്യുക. നന്നായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് നല്ലൊരു പരുവാക്കി എടുത്തിട്ട് തള്ളവിരലുകൊണ്ട് കുത്തുന്നവരുണ്ട്. എനിക്ക് ആ തള്ളവിരലുകൊണ്ട്, അമ്മ തള്ളവിരലുകൊണ്ട് കുത്തുകയാണ് ചെയ്യുക. ഞാനിങ്ങനെ വെച്ചിട്ട് ഇതിനിങ്ങനെ ആക്കി എടുത്തിട്ട് ഇതിന് ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇടും. കണ്ടോ, ഇതിനിട്ടിട്ട് ഇതിങ്ങനെ എണ്ണയിലോട്ട് ഇടുകയാണ് ചെയ്യുക. എണ്ണയിലോട്ട് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് തോന്നുന്നു എല്ലാവർക്കും. കാരണം ഷേപ്പിൽ കിട്ടണില്ല എന്നുള്ള പരാതി വരുന്നത്. കണ്ടോ, മാവിൻ്റെ പരുവം കണ്ടോ നിങ്ങൾ? ഒരു എന്താ പറയുക, നല്ല ടൈറ്റായിട്ട്, അന്ന് ഒത്തിരി ലൂസല്ലാതെ ഒത്തിരി ടൈറ്റ് അല്ലാതെ, ഇതാണ് ഉഴുന്നുവടയുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിക്കണേ. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടാകുമ്പോൾ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു കുഞ്ഞിയ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇത് എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സ്ലോലി ഇട്ട് കൊടുക്കുക. ഒറ്റയിടലിടരുത്. ഒറ്റയിടലിട്ടിട്ടുണ്ടെങ്കിൽ കൈമയ്ക്ക് എണ്ണ തെറിക്കും. നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കുക, എണ്ണേനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ നമ്മുടെ കൈമയ്ക്കൊന്നും തെറിക്കില്ല. അത് വിചാരിച്ചിട്ട് കൈ കൊണ്ട് എണ്ണയിൽ മുക്കാനും പാടില്ല കേട്ടോ. ഈ എണ്ണ പരിപാടികളൊക്കെ ഇത്തിരി മുതിർന്നവരുടെ എന്താ പറയുക മേൽനോട്ടത്തിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക്, ഞാൻ പണ്ട് എൻ്റെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലൊരു കഥ ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ, അതുപോലെയാവും. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. അല്ലെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും നമ്മുടെ ഈ ഉഴുന്നല്ല എല്ലാതും. നമ്മൾ എന്ത് എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് തുടക്കത്തിലും അവസാനത്തിലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, വേവാൻ വേണ്ടി മാത്രമേ ലോ ഫ്ലെയിമിൽ, അതൊരു മീഡിയം ടൈമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നല്ല മുരിഞ്ഞ നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരി വേറൊരു പാത്രത്തേക്ക്, ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എണ്ണ വെട്ടാനായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇതാ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ഉഴുന്നുവട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നേന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.